എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തേത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. പുട്ടുപൊടി കൊണ്ടുണ്ടാക്കുന്ന കൊഴക്കട്ടയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അരി അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ ഈസി തയ്യാറാക്കാം പുട്ടുപൊടി കൊണ്ട്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി 3/4 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഇത് നനച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇടാം. ആദ്യം നന്നായി മിക്സ് ചെയ്യാം. ഇതുപോലെ ആകുമ്പോൾ അടച്ചു വയ്ക്കാം. നന്നായി കുതിർന്ന് കിട്ടാനാണിത്. കുറച്ചുകൂടി വെള്ളം സ്പ്രിങ്കിൾ ചെയ്യാം. നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഒന്നുകൂടി നനച്ചെടുക്കാം. ആകെ ഞാൻ 3/4 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും മതി. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. 2 ടീസ്പൂണാണ് ഒഴിച്ചിരിക്കുന്നത്. ചൂടാകുമ്പോൾ കടുകിടാം. കടുക് പൊട്ടിക്കഴിയാറാകുമ്പോൾ ജീരകം ഇടാം. കൂടെ തന്നെ ഉഴുന്നും. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള, കറിവേപ്പില, ഇഞ്ചി ഇടാം. സവാള ട്രാൻസ്പാരൻ്റ് ആകുന്നവരെ വഴറ്റിയെടുക്കാം. സവാള ഇത്രയായാൽ മതി. ഇനി ഇതിലേക്ക് പൊടിയിടാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടാം. നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത ശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് വെക്കാം. ഉപ്പ് കുറവാണ്, കുറച്ചുകൂടി ഇടാം. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം ഒന്നുകൂടി ഉപ്പ് ചെക്ക് ചെയ്യാം. നന്നായി കുറുകി വരണം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് തേങ്ങയും ചേർക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് കുറുക്കിയെടുക്കുന്നത്. ചെറിയ ഉള്ള പിടിക്കാൻ പാകത്തിൽ കട്ടിയാകണം. ഇതുപോലെ കട്ടിയാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 10 മിനിറ്റോളം അടച്ചു വയ്ക്കാം. തണുക്കുമ്പോൾ ഒന്നുകൂടി കട്ടിയാകും. ഇതിലേക്ക് കുറച്ചുകൂടി തേങ്ങ ഇടാം. മിക്സ് ചെയ്ത ശേഷം അടച്ചു വയ്ക്കാം. കൈ തൊടാൻ പറ്റുന്ന ചൂടായിട്ടുണ്ട്. ചെറിയ ഉരുളകളാക്കാം. ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കാം. കൈയടയ്ക്കുന്ന വെള്ളത്തിൽ നനയ്ക്കുന്നത് നല്ലതാണ്.
ഇല്ലെങ്കിൽ മാവ് ഇതുപോലെ ഒട്ടിപ്പിടിക്കും. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. കുഴക്കട്ട റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന കുഴക്കട്ടയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സോഫ്റ്റായിരിക്കും. ഏത് കറിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. ചട്നിയോ സാമ്പാറോ അല്ലെങ്കിൽ മീൻ കറിയോ ചിക്കൻ കറിയോ ഏത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ എടുക്കാം. തനിയെ കഴിക്കാനും നല്ല രുചിയാണ്. കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്ക് വരെ കൊടുത്തുവിടാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.